വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഈസി ടോപ്പിക്കാണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം യൂളേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ. ആദ്യം തന്നെ നമുക്കിതിൻ്റെ മറ്റൊരു പേര് കൂടി പറയാം. ഈ യൂളേഴ്സ് ടോർഷൻ ഫംഗ്ഷനെ നമുക്ക് ഫൈ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഫൈ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് ഫൈ. അപ്പോൾ യൂളേഴ്സ് ടോർഷൻ ഫംഗ്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഫൈ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഇതിനെ ഫൈ ഓഫ് എൻ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെയാണ്, ഫൈ ഓഫ് എൻ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത്? ഫൈ ഓഫ് എൻ എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. എന്നാൽ എന്നിൽ കുറവായിരിക്കും, ലെസ് ദാൻ എൻ ആണ്. ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എൻ. റിലേറ്റീവ്ലി പ്രൈം ടു എൻ ആയിരിക്കും. റിലേറ്റീവ്ലി പ്രൈം ടു എൻ ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, എന്താണ് യൂളേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ? ഇതിനെ നമുക്ക് മറ്റൊരു പേരിൽ വിളിക്കാം, ഫൈ ഫംഗ്ഷൻ എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. ഇത് ഫൈ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫൈ ഓഫ് എൻ എന്ന് പറയുന്നു. അപ്പോൾ ഫൈ ഓഫ് എൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ്, അത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെയാണ് എടുക്കുന്നത്. ഈ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എടുക്കുമ്പോൾ സീറോ പോസിറ്റീവ് ഇൻറ്റിജർ എന്നല്ലല്ലോ, 1 മുതലാണ് നമ്മൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ എടുക്കുന്നത്. നെഗറ്റീവ് പോസിറ്റീവ് ഇൻറ്റിജർ അല്ല. അപ്പം നെഗറ്റീവ് സംഖ്യകളൊന്നും നമുക്ക് എടുക്കണ്ട. ഇനി 1 to n ആണ്. ഇതെന്തായിരിക്കണം? കോപ്രൈം ആയിരിക്കണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം, അല്ലെങ്കിൽ കോപ്രൈം ആയിരിക്കണം എന്ന് പറയാം. ഇനി കുറച്ചും കൂടെ ഈസി ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കോപ്രൈം എന്താണെന്നൊക്കെ അറിയാം, റിലേറ്റീവ്ലി പ്രൈം എന്താണെന്ന് അറിയാം. ഇനി ഹാവ് എ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവിസർ 1. അതായത് ഈ റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞാലും കോ പ്രൈം എന്ന് പറഞ്ഞാലും ഇനി ഇതിൻ്റെ GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവിസർ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിവിസർ 1 ആയിരിക്കണം എന്ന് പറഞ്ഞാലും എല്ലാം സെയിം ആണ് അല്ലേ? ഇപ്പം 5, 10 ഇതിൻ്റെ കോമൺ GCD എന്ന് പറയുന്നത് 5 ആണ്. എന്നാൽ 5, 7 ഇതിൻ്റെ കോമൺ GCD 1 ആണ്. അപ്പോൾ ഇതെന്താണ്? റിലേറ്റീവ്ലി പ്രൈം ആണ്, അല്ലെങ്കിൽ ഇതിന് നമുക്ക് കോ പ്രൈം ആണ് എന്നൊക്കെ പറയാം. ഇപ്പം 8, 5 8ന് വേറെ, ഇത് 8 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്, കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, 1 ഉണ്ട്. പക്ഷേ 5 ഒരു പ്രൈം നമ്പർ ആണ്. പക്ഷേ ഇതിന് രണ്ടിനും റിലേറ്റീവ്ലി എന്തെങ്കിലും നമ്പേഴ്സ് ഫാക്ടേഴ്സ് ആയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഇതിനെ റിലേറ്റീവ്ലി പ്രൈം അല്ലെങ്കിൽ കോപ്രൈം എന്ന് പറയുന്നത്. ഇതിൻ്റെ GCD 1 ആണ്. ക്ലിയർ ആണോ? ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവിസർ നമ്മൾ നോക്കുമ്പോൾ, HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ നമ്മൾ നോക്കുമ്പോൾ 1 ആണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയോ? ഈ തിയറി പറയുമ്പോൾ ചിലർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. നമ്മളിതിൻ്റെ പ്രോബ്ലം സൈഡാണ് നമുക്ക് അറിയേണ്ടത്. പ്രോബ്ലം നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഹായ് അനീഷ, ഹായ് നീതു, ഹായ് സുവൈബാത്തുൽ അസ്ലാമിയ, ഹായ് വിദ്യ, ജിഷ്ന, ഷിഫിന. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ദയവായി മെസ്സേജ് അയക്കുക. നമുക്കിനി ബാക്കി പോർഷൻ പറയണം. ഓക്കെ ആണ്? ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഫൈ ഓഫ് 1 അല്ലേ? ഈ ഫൈ n നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ പ്രൈം നമ്പർ ഇനി നമുക്ക് ഇക്വേഷൻസ് പിന്നെ പറയാം. ഞാൻ ആദ്യം തന്നെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. ഓക്കെ, ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് പിന്നെ പറയാം. ഫസ്റ്റ് എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഡസ് യൂളേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ ഫൈ ഓഫ് എൻ കൗണ്ട്? ഫൈ ഓഫ് എന്നിനെ എങ്ങനെ കൗണ്ട് ചെയ്യാം? സം ആണോ? പ്രൈം നമ്പേഴ്സ് അപ് ടു എന്നിൻ്റെ സം ആണോ ഇത്? അല്ലെങ്കിൽ നമ്പേഴ്സ് ഓഫ് ഡിവിസേഴ്സ് ഓഫ് എൻ ആണോ? സം ഓഫ് ഡിവിസേഴ്സ് ഓഫ് എൻ ആണോ? അല്ല. ഇത് ഫൈ ഓഫ് എൻ എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഇതെന്ന് പറയുന്നത് കുറച്ച് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. എന്നാൽ എന്നിൽ കുറവായിരിക്കണം ഈ നമ്പർ. എന്നിൽ കുറവായിരിക്കണം ഈ നമ്പർ. എന്നിട്ട് പറയും ഇത് റിലേറ്റീവ്ലി പ്രൈം ടു എൻ ആയിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് കിട്ടണം എന്നില്ല, എങ്കിലൊരു പകുതി കിട്ടും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ, ദ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ദാറ്റ് ആർ കോപ്രൈം ടു എൻ, ദാറ്റ് ആർ കോപ്രൈം ടു എൻ, ദാറ്റ് ആർ കോപ്രൈം ടു എൻ. ഇതാണ് നമ്മളുടെ
എന്താണ് ഫൈ ഓഫ് എന്നിൻ്റെ ഡെഫിനിഷൻ. ഈ ഡെഫിനിഷനിലെല്ലാം ഈക്വൽ ടു എൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നേരത്തെയുള്ള ഡെഫിനിഷനിൽ നമ്മൾ കണ്ടു. പക്ഷെ എപ്പോഴും ലെസ് ദാൻ എൻ ആണ് നമുക്ക് കിട്ടാറ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ദാറ്റ് ആർ കോപ്രൈം ടു എൻ. നിങ്ങളിവിടെ കണ്ട അതേ ഡെഫിനിഷനാണ് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നത്. യൂളേഴ്സ് ഫംഗ്ഷൻ ഫൈ ഓഫ് എൻ counts the number of integers from 1 to n or positive integers are coprime with n. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ 1 മുതൽ n വരെയാണ് നമ്പേഴ്സ്, അല്ലെങ്കിൽ n ലെസ് ആണ്. GCD എന്ന് പറയുന്നത് 1 ആയിരിക്കണം. കൗണ്ട് ചെയ്യുന്നു ഇൻഡിജേഴ്സ്. ക്ലിയർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് ഫൈ ഓഫ് 7? ഫൈൻഡ് ഔട്ട് ദി ഫൈ ഓഫ് 7. ഇവിടെ മുതലാണ് നമ്മൾ പ്രോബ്ലംസ് തുടങ്ങുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുള്ളവർ ചോദിക്കുക. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ തുടങ്ങി. എങ്ങനെയാണ് ഈ സാധനം ചെയ്യേണ്ടത് ഇനിയാണ് ഞാൻ പറയുന്നത്. ഇത്രയും നമ്മൾ തിയറി പാർട്സ് ഒക്കെയാണ് കണ്ടത്. ഇതെങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഒരു GCD എന്നൊരു കോളം. ഓക്കെ, റിലേറ്റീവ് പ്രൈം ഓഫ് n എന്നുള്ളതാണ് നമ്മുടെ ഈ കോളം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എഴുതാനൊക്കെ സമയം തരാം. ഓക്കെ, അപ്പം ഞാൻ ഈ 7 എൻ്റെ ഇൻഡിജർ ഫൈ ഓഫ് n എന്ന് പറയുന്നതാണ് ഇപ്പോൾ എനിക്ക് ഫൈ ഓഫ് 7 എന്ന് കിട്ടിയത്. അപ്പോൾ എന്നിൻ്റെ വില എന്താണ്? 7 ആണ്. 7 ആണല്ലോ. n 7 ആണെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് ഏതൊക്കെ ആയിരിക്കും സാധ്യത? n 7 ആണെങ്കിൽ നമ്മൾ ലെസ് ദാൻ n എന്നല്ലേ പറഞ്ഞത്. ഈ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് ഫൈ ഓഫ് n നമ്മൾ കാണുന്നത് 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. 7ൽ താഴെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആദ്യത്തെ നമ്പർ 1 ആണ്. 1ഉം ഈ 7ഉം കൂടി പ്രൈം ആണോ? 1ഉം 7ഉം കൂടി റിലേറ്റീവ് പ്രൈം ആണോ? 1ഉം 7ഉം കൂടെ GCD 1 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ആണ്. 1 7 GCD 1 ആണ്. അടുത്ത നമ്പർ 2 ആണ്. 2 7 GCD 1 ആണോ ചെക്ക് ചെയ്യുക. ആണ്. 3 7 GCD 1 ആണ്. അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 4 7 GCD 1 ആണോ? ആണ്. 5 7 GCD 1 ആണോ? ആണ്. 6 7 GCD 1 ആണോ? ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം GCD 1 ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഫൈ ഓഫ് 7ൻ്റെ ആൻസർ കിട്ടുകയാണ്. 1 2 3 4 5 6. ഈ 6ഉം റിലേറ്റീവ് പ്രൈം ആണ്. ഇതിൻ്റെ എല്ലാം GCD 1 ആണ്. എങ്കിൽ നമ്മുടെ ആൻസർ ഫൈ ഓഫ് 7 6. ആൻസർ എന്താണ്? 6. ഇപ്പോൾ മനസ്സിലായോ? ക്ലിയർ ആണ്. ലാസ്റ്റ് വീക്കിൽ MCQ അതിൽ തന്നിരിക്കുന്നത് അല്ല ആൻസറായി കിട്ടുന്നത്. ലാസ്റ്റ് വീക്കിലോ? ഓക്കെ, നമുക്കത് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ തന്നെ ഓപ്ഷൻ തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. ആ ക്വസ്റ്റ്യൻ ഒന്ന് പറയണേ. MCQ 4 5 9 ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ലാസ്റ്റ് അത് നോക്കാം കേട്ടോ. ഞാൻ ആ ഓപ്ഷൻ എടുത്തിടാം. ഓക്കെ, ഇനി നമ്മൾ ഫൈ ഓഫ് 7 ഇവിടെ നമ്മുടെ ആൻസർ എന്താണ് കിട്ടുന്നത്? 6. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫൈ ഓഫ് 7? നമ്മുടെ ആൻസർ എന്താണ് കിട്ടുന്നത്? 6. ക്ലിയർ ആണ്. ഇത്രയും കിട്ടിയോ? ക്ലാസ്സിൻ്റെ ലാസ്റ്റ് നമുക്ക് ആ കഴിഞ്ഞ ക്ലാസ്സിലെ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ സ്ലൈഡ് ഇടാം. ഇപ്പോൾ 6 എന്ന് മനസ്സിലായോ? എല്ലാവർക്കും പിടി കിട്ടിയോ? ക്ലിയർ ആണ്. അപ്പോൾ GCD ഓരോ നമ്പറിൻ്റെയും കണ്ടുപിടിച്ചു. ഇത് 1 ആണെങ്കിൽ ഇത് റിലേറ്റീവ് പ്രൈം ആണ്, 1 അല്ലെങ്കിൽ റിലേറ്റീവ് പ്രൈം അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി 6. ഇത് കിട്ടി. എഴുതാൻ സമയം കിട്ടിയെങ്കിൽ ഡൺ എന്ന് എഴുതാം. എഴുതാൻ സമയം കിട്ടിയെങ്കിൽ ഡൺ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് എഴുതാൻ സമയം കിട്ടിയെങ്കിൽ ഡൺ എന്ന് പറയുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കമൻറ്റ് വന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാതെ നമ്മൾ പറഞ്ഞു മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ മാത്സ് ആയതുകൊണ്ട്. കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാത്തതാണോ കമൻറ്റ് എനിക്ക് കിട്ടാത്ത? ഓക്കെ, ഡൺ. ബിലാലിൻ്റെ കമൻറ്റ് വന്നു. ഓക്കെ,
അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായി ചെയ്യുക. ഫൈൻഡ് 5 ഓഫ് 5. ഫൈൻഡ് 5 ഓഫ് 5. ഫൈൻഡ് 5 ഓഫ് 5. ഈസി ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്യാം. ഫൈൻഡ് 5 ഓഫ് 5. ഹായ് പ്രവിത, ഹായ് അനീഷ. അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി 4. എല്ലാവർക്കും കിട്ടിയില്ലേ? എങ്ങനെ ചെയ്യാം? നമ്മൾ ഇതുപോലെ തന്നെ n എന്ന് പറയുന്നത് 5 ആയിട്ട് എടുത്തു. എന്നിട്ട് നമ്മുടെ നമ്പേഴ്സ് ലെസ് ദാൻ 5 ആരൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ആദ്യം നമ്മൾ 1ഉം 5ഉം കൂടെ നോക്കി. 1 കിട്ടി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കാണാമല്ലോ അല്ലേ? കുറച്ച് ഡിലേ ആണല്ലേ ലൈവിൽ നിന്ന്. ഓക്കെ, GCD 1, 5 കിട്ടി. അപ്പോൾ എനിക്കത് റിലേറ്റീവ്ലി പ്രൈം ആണ് എന്ന് കിട്ടുന്നു. അത് കഴിഞ്ഞ് GCD 2, 5 അത് റിലേറ്റീവ് പ്രൈം ആണ്. 3, 5 അത് റിലേറ്റീവ് പ്രൈം ആണ്. എല്ലാം 1 കിട്ടി. GCD 1 കിട്ടിയ റിലേറ്റീവ് പ്രൈം ആണ്. അപ്പോൾ GCD 4, 5 അത് റിലേറ്റീവ് പ്രൈം അല്ലെങ്കിൽ കോ പ്രൈം ആണ്. കോ പ്രൈം ആണെന്ന് നോക്കിയാലും മതി. അപ്പോൾ ഇത് കോ പ്രൈം ആണ് അല്ലെങ്കിൽ റിലേറ്റീവ് പ്രൈം ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 4 എണ്ണം. 5 ഓഫ് 5ന്റെ ആൻസർ എന്താണ്? 4 എന്നാണ് എൻ്റെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ ആണ്? ആൻസർ കിട്ടി 4. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 5 ഓഫ് 11. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 5 ഓഫ് 11. 5 ഓഫ് 11 ഒന്ന് ചെക്ക് ചെയ്യുക. ഫൈവ് ഓഫ് 11 ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ n കിട്ടി 11. ഇനി നമ്മൾ ലെസ് ദാൻ n കാണുന്നു. 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ 10 വരെ ഉണ്ട് ലെസ് ദാൻ. അത് കഴിഞ്ഞ് നമ്മൾ GCD ഓരോന്നിൻ്റെയും ചെക്ക് ചെയ്യണം. 1ഉം 11ഉം 2ഉം 11ഉം 3ഉം 11ഉം 4ഉം 11ഉം 5ഉം 11ഉം 6ഉം 11ഉം 7ഉം 11ഉം 8ഉം 11ഉം 9ഉം 11ഉം 10ഉം 11ഉം ഇങ്ങനെ ചെക്ക് ചെയ്യണം. എന്നിട്ട് ഇത് റിലേറ്റീവ് പ്രൈം ആണോ അല്ലെങ്കിൽ കോ പ്രൈം ആണോ എന്ന് നമ്മൾ ടിക്ക് ഇടുകയാണ്. അപ്പോൾ 1ഉം 11ഉം 2ഉം 11ഉം 3ഉം 11ഉം 4ഉം 11ഉം 5ഉം 11 ഇതെല്ലാം GCD 1 ആണ്. ഇതിൻ്റെ എല്ലാം GCD 1 ആണ്. ഇതെല്ലാം റിലേറ്റീവ്ലി പ്രൈം ആണ്. കിട്ടിയോ? ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. ഇതെല്ലാം റിലേറ്റീവ്ലി പ്രൈം ആണ്. കുറേ സ്റ്റെപ്പിന് ശേഷം നമ്മൾ ആൻസറിലെത്തി. ആൻസർ എന്താണ്? 10 ആണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? 5 ഓഫ് 11 എന്ന് കണ്ടപ്പോൾ n 11 എന്ന് എടുത്തു. 1 to 10 ഉണ്ട് n ലെസ് ദാൻ നമ്പേഴ്സ്. പിന്നെ ഓരോ നമ്പറിനെയും 11മായി ചെക്ക് ചെയ്തു. റിലേറ്റീവ് പ്രൈം ആണോ അല്ലെങ്കിൽ കോ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്തു. എന്നിട്ട് ഇതെല്ലാത്തിൻ്റെയും ആൻസേഴ്സ് നമ്മൾ എഴുതി. ക്ലിയർ ആണോ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 5 ഓഫ് 8 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ 5 ഓഫ് 8ൻ്റെ വാല്യൂ എന്താണ്? 5 ഓഫ് 8 5 ഓഫ് 8 എന്താണ്? കിട്ടിയോ? ആൻസർ കിട്ടി. 5 ഓഫ് 8 എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കമൻറ്റ് ചെയ്തു. ഓക്കെ, എല്ലാവർക്കും ആൻസർ കിട്ടി. 5 ഓഫ് 8 എത്രയാണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം 5 ഓഫ് 8 എത്രയാണ്. 5 ഓഫ് 8 അപ്പോൾ n എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ലെസ് ദാൻ n വാല്യൂസ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. ഇനി ഇതിൻ്റെ എല്ലാത്തിനെയും നമ്മൾ GCD കമ്പയർ ചെയ്യുകയാണ്. 1ഉം 8ഉം 2ഉം 8ഉം 3ഉം 8ഉം 4ഉം 8ഉം അതുപോലെ 5ഉം 8ഉം 6ഉം 8ഉം 7ഉം 8ഉം ഇത്രയത്തിൻ്റെയും നമ്മൾ റിലേറ്റീവ് പ്രൈം ആണോ കോ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇത് റിലേറ്റീവ് പ്രൈം ആണ്. ഇതാണോ? അല്ല. കാര്യം ഇതിൻ്റെ GCD വാല്യൂ 1 അല്ല, 2 ആണ്. 1 ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. ഇത് ആണ്. 4 അല്ല, കാര്യം ഇതിൻ്റെ GCD വാല്യൂ 4 ആണ്. അപ്പോൾ ഇതല്ല.
5 ആണ്, 6 അല്ല. കാര്യം റിലേറ്റീവ് വാല്യൂ GCD എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇത് പറ്റത്തില്ല, 7 പറ്റും. 1 2 3 4. അപ്പോൾ നമ്മുടെ ആൻസർ 5 of 8 എന്ന് പറയുന്നത് 4 ആണ്. 5 of 8 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. എല്ലാവർക്കും കിട്ടി. 5 of 8 എന്ന് പറയുന്നത് 4 ആണ്. കാര്യം ചിലതിൻ്റെ ഒന്നും കോപ്രൈം അല്ല, അല്ലെങ്കിൽ GCD വാല്യൂ 1 അല്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പോൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതുപോലെ ഇപ്പോൾ 5 of 6 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും ഇതുപോലെ തന്നെ 1 2 3 4 5 വരെ നോക്കണം. അപ്പോൾ നമ്മൾ GCD ഓഫ് 1ഉം 6ഉം ഓക്കെ ആണ്. പക്ഷേ 2 6 കിട്ടുമോ? ഇല്ല, 2 കോമൺ ഉണ്ട്. 3 6 കിട്ടുമോ? ഇല്ല. 4 6 കിട്ടുമോ? ഇല്ല, 2 കോമൺ ഉണ്ട്. 5 6 വീണ്ടും റിലേറ്റീവ് പ്രൈം ആണ്. ആകെ നമ്മുടെ ആൻസർ 2 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും പിടികിട്ടിയോ? ഈ ഒരു മോഡൽ കാണാൻ മനസ്സിലായി. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. എന്നാൽ നമ്മളെടുത്ത് 5 of 35 കണ്ടുപിടിക്കൂ, അല്ലെങ്കിൽ 5 of 999 കണ്ടുപിടിക്കൂ, 5 of 1000 കണ്ടുപിടിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ എക്സാം തീർന്നു അല്ലേ? ടൈം കൺസ്യൂമിങ് ആണ്. ക്ലിയർ ആണ്. ഇനി ഇവിടെ നമ്മൾ n എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രമേ എടുക്കൂ. അതുകൊണ്ടാണ് നമ്മൾ 1 2 3 ഇങ്ങനെ പോയത്. 0 നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ നോക്കിയില്ല, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്തത്. അപ്പോൾ നമുക്ക് വലിയ നമ്പേഴ്സ് ആണ്. ഇപ്പോൾ 35 ചോദിച്ചാൽ നമ്മൾ ഇതാണ് ഇത്രയും ചെയ്യണം, എന്നിട്ട് കണ്ടുപിടിക്കണം, നമ്പറൊക്കെ കൂട്ടി കൂട്ടി കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ക്ലിയർ ആണ്? ഓക്കെ. അപ്പോൾ നമ്മളിനി ആ ഇക്വേഷനിലേട്ടാണ് പോകുന്നത്. എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് നമുക്ക് സിമ്പിൾ വേയിൽ കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? അപ്പോൾ ഇക്വേഷൻസ് നോക്കിക്കോ. നിങ്ങളുടെ തന്നിരിക്കുന്ന n ഒരു പ്രൈം നമ്പർ ആണോ എന്ന് നോക്കുക. ഇപ്പോൾ 5 of 5 എന്ന് തന്നു, പ്രൈം നമ്പർ ആണ്. 5 of 7 എന്ന് തന്നു, പ്രൈം നമ്പർ ആണ്. 5 of 11 എന്ന് നിങ്ങൾക്ക് തന്നു, അതും പ്രൈം നമ്പർ ആണ്. അപ്പോൾ ഇത് പ്രൈം നമ്പേഴ്സ് ആണ്. എങ്കിൽ നിങ്ങൾ ഇത്ര കിടന്ന് കഷ്ടപ്പെടേണ്ട, നിങ്ങൾ n-1 ചെയ്താൽ മതി. ഇതൊരു പ്രൈം നമ്പർ ആണെങ്കിൽ n-1 ചെയ്താൽ മതി. n-1 5 - 1 4, ഉത്തരം കിട്ടി. n-1 ചെയ്യൂ, 7 - 1 6, ഉത്തരം കിട്ടി. n-1 ചെയ്യൂ, 11 - 1 10, ഉത്തരം കിട്ടി. സിമ്പിളായിട്ട് ഉത്തരം കിട്ടി. ക്ലിയർ ആണ്? അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് n-1 ചെയ്താൽ മതി. അപ്പോൾ കിട്ടിയല്ലോ. സിമ്പിളായിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ഉത്തരം കിട്ടിയില്ലേ? ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് 5 of 29 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 29 - 1 നമ്മുടെ ഉത്തരം കിട്ടി 28. ഇനി 5 of 13 ഒരു പ്രൈം നമ്പറാണ്. 13 - 1 നമ്മുടെ ഉത്തരം കിട്ടി 12. അപ്പോൾ പ്രൈം ആണെങ്കിൽ ചെയ്യാൻ പഠിച്ചോ? എല്ലാവരും ചെയ്യാൻ പഠിച്ചു. പ്രൈം ആണെങ്കിൽ ഇനി സിമ്പിളാണ്. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ്. ഇതൊന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ്. നമുക്ക് തരുന്ന നമ്പർ 2 പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് ഗുണിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് 5 of 35 എന്ന് തന്നില്ലേ? ഇതിനെ 7 എന്ന പ്രൈം നമ്പറിൻ്റെയും 5 എന്ന പ്രൈം നമ്പറിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ട് എഴുതിക്കൂടെ? 7 × 5 അല്ലേ 35. അങ്ങനെ 2 പ്രൈം നമ്പറിൻ്റെ ഗുണനമായിട്ട് എന്നിനെ എഴുതാൻ പറ്റുമെങ്കിൽ നമ്മൾ p-1 × q-1 ചെയ്താൽ മതി. p-1 എന്ന് വെച്ചാൽ 7 1 കുറയ്ക്കുക 6, q-1 5 1 കുറയിട്ട് കിട്ടി 5 of 35 2 പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും, 7ൻ്റെയും 5ൻ്റെയും. അപ്പോൾ p-1 q-1 അതായത് 6 × 4 24 എന്ന് ഈസി ആയിട്ട് ഉത്തരം കിട്ടി. ക്ലിയർ ആണോ? ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ 5 of 15 ആണ്. 15 എന്ന് വെച്ചാൽ 5ൻ്റെയും 3ൻ്റെയും മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. 2 പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 5 - 1 4, 3 - 1 2, 8 ആണ് ആൻസർ. 15 ആകുമ്പോൾ നമ്മുടെ ആൻസർ 8 ആണ്. അപ്പോൾ അതും കിട്ടി. ക്ലിയർ ആണ്? മനസ്സിലായില്ലേ? ഇനി ലാസ്റ്റ് ഒരു കാര്യമുണ്ട്. n എന്ന് പറയുന്നത് a × b. ഇവിടെ a എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആകാം, b മാത്രം ഒരു കോമ്പോസിറ്റ് നമ്പർ ആകാം, അല്ലെങ്കിൽ എയും ബിയും കോമ്പോസിറ്റ് നമ്പേഴ്സ് ആകാം. ഒന്നെങ്കിൽ എ മാത്രം, അല്ലെങ്കിൽ ബി മാത്രം, അല്ലെങ്കിൽ എയും ബിയും കോമ്പോസിറ്റ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻസ് ഉപയോഗിക്കാം? 5 of n എന്ന് പറയുന്നത് n ×
1 മൈനസ് 1 ബൈ P1 ഇൻറ്റു 1 മൈനസ് 1 ബൈ P2 ഇൻറ്റു 1 മൈനസ് 1 ബൈ P3 ഇൻറ്റു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഇവിടെ ഉണ്ട് എന്ന് കോമ്പോസിറ്റ് ആകാം, എനി നമ്പർ ഒരെണ്ണം മാത്രം കോമ്പോസിറ്റ് ആകാം, ഒരെണ്ണം പ്രൈം ആകാം, അങ്ങനൊന്നും വിഷയമില്ല. ക്ലിയർ ആണ്? നിങ്ങൾക്ക് ഇങ്ങനെ നമ്പേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് എ ആകും, P1 ആകുന്നു, ഇത് P2, ഇത് P3, ഇത് P4, P5 ഇങ്ങനെ പോകും. ക്ലിയർ ആണ്? അപ്പോൾ ഒന്നെങ്കിൽ എ മാത്രം കോമ്പോസിറ്റ് ആകാം, അല്ലെങ്കിൽ ബി കോമ്പോസിറ്റ് ആകാം, അല്ലെങ്കിൽ എയും ബിയും കോമ്പോസിറ്റ് ആകാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ n ഇൻറ്റു 1 മൈനസ് 1 ബൈ P1 ഇൻറ്റു 1 മൈനസ് 1 ബൈ P2 ഈ രീതിയിൽ പോകുന്നു. കിട്ടി? പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും, സിമ്പിളാണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ടോ? ഓക്കെ ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്. P ഈസ് പ്രൈം. ഫൈ ഓഫ് P എന്ന് വെച്ചാൽ P മൈനസ് 1 ആണ്. ഇനി ഇതിനൊരു മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഫൈ ഓഫ് എം ഇൻറ്റു എൻ എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫൈ ഓഫ് എം ഇൻറ്റു ഫൈ ഓഫ് എൻ എന്ന് ഇതിനെ എഴുതാം. അപ്പോൾ ഫൈ ഓഫ് 35 എന്ന് കാണുവാണെങ്കിൽ ഫൈ ഓഫ് 7 ഇൻറ്റു ഫൈ ഓഫ് 5 എന്ന് എഴുതാം. 7 ഇൻറ്റു 5 എന്ന് എഴുതാം. അപ്പോൾ ഇതിനൊരു മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ, നമുക്ക് എന്നിനെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തിയും എഴുതാം. ഇപ്പം നമുക്ക് 12 എന്ന് കാണുന്നു. നമ്മൾ 12 എന്ത് എഴുതുന്നു? 2, 6 2s 2, 3 അല്ലേ? ഇനി 3 ചെയ്യാം. അപ്പം നമുക്ക് 2 സ്ക്വയർ ഇൻറ്റു 3 എന്ന് എഴുതിക്കൂടെ പ്രൈം ഫാക്ടറൈസേഷനിൽ? അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഇതിനെയാണ് n ഇൻറ്റു 1 മൈനസ് 1 ബൈ P1 ഇൻറ്റു 1 മൈനസ് 1 ബൈ P2 ഇൻറ്റു ഇങ്ങനെ പോകുന്നത്. അതായത് n എന്ന് പറയുന്നത് 12 ആണ്. 1 മൈനസ് 1 ബൈ 2 ഇൻറ്റു ഇനി 1 മൈനസ് 1 ബൈ 3 എന്ന് എഴുതണം. 2 സ്ക്വയറിനല്ല പ്രാധാന്യം, ഈ 2-നും ഈ 3-ക്കുമാണ് പ്രാധാന്യം, പ്രൈം നമ്പേഴ്സിനാണ് പ്രാധാന്യം. അങ്ങനെ നമ്മൾ എഴുതി പ്രോബ്ലം ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ 3 കാര്യങ്ങൾ മനസ്സിലായി. പ്രൈം ആണെങ്കിൽ പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടി, പിന്നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷനിൽ എങ്ങനെ ചെയ്യാം, ഇതും മനസ്സിലായി. ക്ലിയർ ആണ്? പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവാണ്, ആരും വിഷമിക്കേണ്ട. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായെങ്കിൽ ഓക്കെ പറയാം. നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ എഴുതാനൊക്കെ സമയം തരാം കേട്ടോ, അതിലൊന്നും ആരും വിഷമിക്കരുത്. എക്സാം നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാനുള്ള ടൈമൊക്കെ തരും. ഇത്രയും സെറ്റായോ? നോക്കിക്കോ. 5 ഓഫ് 10 നമുക്ക് 2 ഇൻറ്റു 5 എന്ന് എഴുതാം. 2 ഇൻറ്റു 5 എന്ന് എഴുതിക്കൂടെ? 2 ഇൻറ്റു 5 എന്ന് എഴുതാം. അപ്പോൾ ഇതൊരു പ്രൈം നമ്പറാണ്, ഇതൊരു പ്രൈം നമ്പറാണ്. 2 പ്രൈം നമ്പറിൻ്റെ പ്രോഡക്ട്സ് ആണ് അല്ലേ? 5ഉം 2ഉം പ്രൈം നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. 5 ഓഫ് 10 നമുക്ക് എന്ത് എഴുതാം? P മൈനസ് 1 ഇൻറ്റു Q മൈനസ് 1 എന്ന് എഴുതാം. 2 മൈനസ് 1 1 ആണ്, 4 ആണ്. 1 ഇൻറ്റു 4 എന്ന് എഴുതിക്കൂടി? സിമ്പിളായിട്ട് നമുക്ക് P മൈനസ് 1 ഇൻറ്റു Q മൈനസ് 1 ചെയ്താൽ കിട്ടും. ഈ രീതിയിലും ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ P മൈനസ് 1 Q മൈനസ് 1 രണ്ടും പ്രൈം നമ്പർ ആണെങ്കിൽ പിന്നെ സിമ്പിളായിട്ട് ഇത് എടുക്കുന്നതാണ് ബെറ്റർ. 5 ഓഫ് 12 നമ്മളിപ്പോൾ ചെയ്തതാണ്. 2 സ്ക്വയർ ഇൻറ്റു 3, അപ്പോൾ 2ഉം 3ഉം. 12 ഇൻറ്റു n എന്ന് പറയുന്നത് 12, 1 മൈനസ് 1 ബൈ P1 ഇൻറ്റു 1 മൈനസ് 1 ബൈ P2. അപ്പോൾ 2 ആണ് ഇവിടെ എടുക്കുന്നത്, ഇവിടെ 3. 2 പ്രൈം നമ്പേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 1 മൈനസ് 1 ബൈ 2 1 ബൈ 2 എന്നാകും. 1 മൈനസ് 1 ബൈ 3യെ 1 ഇൻറ്റു 3 3 മൈനസ് 1 ബൈ 3 മൈനസ് 1 2 ബൈ 3 എന്നാകും. അപ്പോൾ നമ്മളിത് വെട്ടിക്കളയുന്നു. 12 ഇൻറ്റു 1 ബൈ 3 വെട്ടി നമുക്ക് 4 എന്ന് കിട്ടി. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ ഓക്കെ, വളരെ സിമ്പിളാണ് കേട്ടോ. കിച്ചൺ ഡ്യൂട്ടിയിൽ ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകണം എന്നില്ല. ഇത് ശ്രദ്ധിച്ചിരിക്കണം, കാണണം. കേട്ടാൽ മാത്രം മനസ്സിലാക്കണം എന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഒന്നും കൂടെ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. 3 ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാകും. ഇപ്പം ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇക്വേഷൻസ് വ്യക്തമായിട്ട് എഴുതുക. 3 കേസാണ്. എന്നിൻ്റെ ക്രൈറ്റീരിയ 3 ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. n ഈസ് പ്രൈം. n പ്രൈം ആണെങ്കിൽ ഫൈ ഓഫ് n എന്താണ്? n മൈനസ് 1. n p ഇൻറ്റു ക്യൂ, അതായത് n എന്ന് പറയുന്നത് പിയും ക്യൂവും പ്രൈം നമ്പേഴ്സ്, 2 പ്രൈം നമ്പേഴ്സിൻ്റെ ഗുണിതങ്ങളായിട്ട് എഴുതാമെങ്കിൽ ഫൈ ഓഫ് n എന്ന് വെച്ചാൽ p മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് 1. ഇനി n എന്ന് വെച്ചാൽ a ഇൻറ്റു ബി. എ മാത്രം കോമ്പോസിറ്റ് ആകാം. കോമ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കോമ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താ? കോമ്പോസിറ്റ് എന്ന് വെച്ചാൽ 4, അതായത് ഈ 4-ന് 1 2 4, ഇതിന് മറ്റൊരാൾ ഘടകമായിട്ടുണ്ട്. 6, 6-ന് 2 3 ഘടകമായിട്ടുണ്ട്.
അപ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ ഘടകങ്ങളായിട്ടുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് കോപ്രൈം, അതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ചോ. എന്താണ് കോപ്രൈം? കോപ്രൈം എന്ന് വെച്ചാൽ 5, 7, ഈ 5നും 7നും പൊതുവേ ഘടകമായിട്ട് ഒന്നേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ കോപ്രൈം എന്ന് പറയുന്നത്. 8, 3, 8 കോമ്പോസിറ്റ് നമ്പറാണ്, ഒരുപാട് ഘടകങ്ങളുള്ള ഒരു സംഖ്യയാണ്. പക്ഷേ 8നും 3നും കൂടെ GCD എടുത്താൽ നമ്മൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഇത് രണ്ടിൻ്റെയും കോമൺ ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ 1 ആണ്. രണ്ടിനും കൂടെ കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും കൂടെ ഫാക്ടർ കോമൺ ഏതേ വരുന്നുള്ളൂ, 1 വരുന്നുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്രൈം എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രൈം നമ്പർ? പ്രൈം നമ്പർ എന്ന് വെച്ചാൽ ഇപ്പോൾ 2 ഏറ്റവും ചെറിയ പ്രൈം നമ്പറാണ്, 3 ഏറ്റവും ചെറിയ ഓഡ് പ്രൈം നമ്പറാണ്, പിന്നെ 5 അതായത് അതേ സംഖ്യകളും 1 മാത്രമാണ് കോമൺ ആയിട്ട് വരിക. ഇതിന് ആകെപ്പാട് ഈ സംഖ്യ 1, ഈ സംഖ്യ 1, ഈ സംഖ്യ 1, വേറെ ആരും ഇതിന് ഫാക്ടേഴ്സ് ആയിട്ടില്ല. ഇതാണ് പ്രൈം. കോപ്രൈം ഇതാണ്. കോമൺ 1 ആയിരിക്കും, ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ GCD 1 ആയിരിക്കും. ഇവർക്ക് തമ്മിൽ കോമൺ ആയിട്ട് 1 മാത്രമേ കാണൂ. ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് 1 മാത്രമേ കാണൂ. ഇനി ഇവർക്ക് കുറേ ഫാക്ടേഴ്സ് കാണും, അവരെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ എഴുതിയെടുക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഇതാണ് ഈ ബോക്സിലുള്ള സാധനമാണ്. ഓക്കെ, ഈ 3ഉം നമുക്ക് വേണം, 3ഉം നമുക്ക് വേണം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. 3ഉം നമുക്ക് വേണം, 3 ഇക്വേഷനും വേണം. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. എഴുതി കഴിഞ്ഞെങ്കിൽ ഡൺ പറയുക. ഹായ് അനീഷ, ഈ ഇക്വേഷനേക്കാളും ബോക്സിലുള്ളതല്ലേ സിമ്പിൾ? അതെ, ഈ ഇക്വേഷൻ ഈ ബോക്സിൽ ഇപ്പോൾ കിടക്കുന്നതാണ് സിമ്പിളായിട്ടുള്ളതാണ്. ഈ ഒരു മെത്തേഡേ ഉള്ളൂ. ക്ലിയർ? ഇപ്പോൾ മുമ്പേ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അതായത് ഇത് വെച്ചിട്ട് ചെയ്തു അല്ലേ? മുമ്പേ ഈ സാധനത്തിന് പകരം ഇത് വെച്ച് ചെയ്തു. ഇതിൽ പേര് ഇത് വെച്ചിട്ട് ജസ്റ്റ് -1 എടുക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, ഇത്രയും കിട്ടിയോ? ഒന്ന് ഡണ്ണെന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ബോക്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഡണ്ണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണ് എങ്കിൽ നമ്മൾ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോവുകയാണ്. ക്ലിയർ ആണോ? ഇനി സമയം വേണോ? ബാക്കിയുള്ളവർ കമൻറ്റ് ചെയ്തില്ലല്ലോ. അനീഷ കഴിഞ്ഞു. വിദ്യ മെസ്സേജ് അയച്ചില്ലല്ലോ. കഴിഞ്ഞ? പ്രവിത കഴിഞ്ഞോ? വിദ്യ, ബിലാൽ കഴിഞ്ഞു. വേറെ അസീന കഴിഞ്ഞോ? ദേവിക കഴിഞ്ഞോ? പ്രിൻസി കഴിഞ്ഞോ? ജിഷ്ണ കഴിഞ്ഞവരെല്ലാം മെസ്സേജ് അയക്കുക. ഓക്കെ, എങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇഫ് P ഈസ് എ പ്രൈം നമ്പർ, വാട്ട് ഈസ് ദ ഫോർമുല ഫോർ phi ഓഫ് P? P-1, P/2, P² -1. ഇങ്ങനെയാണ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്. ആൻസർ കമൻറ്റ് ചെയ്യാം. ഹായ് അശ്വതി കഴിഞ്ഞു. നമ്മുടെ ആൻസർ എന്താണ്? P-1 ആണ്. P പ്രൈം നമ്പർ ആണെങ്കിൽ P-1. അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. അതായത് n ഒരു പ്രൈം നമ്പർ ആണ് എന്ന് വിചാരിക്കുക. n ഈസ് എ പ്രൈം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇക്വേഷൻ എന്താണ്? phi ഓഫ് n എന്ന് വെച്ചാൽ ഈ പ്രൈം നമ്പർ -1 ആണ്. ഇനി n എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിൻ്റെ പ്രോഡക്റ്റ് ആണ്, P × Q. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ phi ഓഫ് n എന്താണ്? P യും Q യും പ്രൈം നമ്പേഴ്സ്. നിങ്ങളുടെ ആൻസർ P-1 × Q-1 ആയിരിക്കും. ഇനി n എന്ന് പറയുന്നത് A × B, അതായത് ഇത് ഒരു കോമ്പോസിറ്റ് ആകാം, ഇത് കോമ്പോസിറ്റ് ആകാം, രണ്ടും കോമ്പോസിറ്റ് ആകാം. അങ്ങനെയാണെങ്കിൽ phi ഓഫ് n കണ്ടുപിടിക്കാൻ n × 1 - 1/P1 × 1 - 1/P2 × etc. ഇങ്ങനെ പോകുന്നു. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. പ്രൈം ആകാം, രണ്ടെണ്ണം പ്രൈം ആകാം,
രണ്ടും പ്രൈം ആകാതെ കോമ്പോസിറ്റോ ഒരെണ്ണം പ്രൈമോ എങ്ങനെ വേണമെങ്കിലും ആകാം. അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗിക്കും. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ, ഇഫ് n p1 raised to a1 into p2 raised to a2 into etc p raised to k raised to pk raised to a raised to k, which formula calculate phi of n? നിങ്ങൾക്ക് ആൻസർ കമൻറ്റ് ചെയ്യാം. which formula calculate phi of n? ആൻസർ വന്നു. ബിലാൽ ആൻസർ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ സി തന്നെയാണ്. നമ്മുടെ ആൻസർ സി തന്നെയാണ്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇതാണ്ട് ഫൈ ഓഫ് എൻ n-1 ആണോ? അല്ല, അത് പ്രൈം നമ്പർ ആയിരിക്കണം. നമ്മുടെ ആൻസർ ഇതാണ്. n into 1 minus 1 by p1 into 1 minus 1 by p2 etc. 1 minus 1 by pk ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ക്ലിയർ ആണ്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഫൈ ഓഫ് 12? അപ്പോൾ പെട്ടെന്നൊന്ന് പറഞ്ഞേ, വാട്ട് ഈസ് ഫൈ ഓഫ് 12? ഓക്കെ, കിട്ടിയ? നമ്മുടെ ആൻസർ വരുന്നത് ഫൈ ഓഫ് 12 ആണ്. എന്ന് പറയുന്നത് 12. 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 12നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 കൊണ്ട് ചെയ്യാം. 6, 2, 23, 6. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 3 എന്ന് എഴുതാം. ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റുന്നത്? അപ്പോൾ ഇവിടെ 2ഉം 3യും നമ്മൾ എടുക്കുക. എല്ലാം ഒരു നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ട് പ്രൈം നമ്പർ മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ n ഇൻറ്റു 1 മൈനസ് 1/2, ഇനി 1 മൈനസ് 1/3. ഓക്കെ, ഇത് ഇവിടെ n എന്ന് പറയുന്നത് 12. ഇതൊരു പ്രൈം നമ്പർ ആണോ? പ്രൈം നമ്പർ അല്ല. അപ്പോൾ നമുക്ക് p-1 എന്ന രീതി എടുക്കാൻ പറ്റത്തില്ല. n എന്ന് പറയുന്നത് നമുക്ക് 6 ഇൻറ്റു 2 എന്ന് എഴുതാം, 4 ഇൻറ്റു 3 എന്ന് എഴുതാം, 12 ഇൻറ്റു 1 എന്ന് എഴുതാം, പല രീതിയിൽ എഴുതാം. പക്ഷേ ഇതിനകത്ത് 2 നമ്പറും പ്രൈം നമ്പർ ആയിരിക്കണം. ഇത് പ്രൈം ആണോ? അല്ല. ഇത് പ്രൈം അല്ല, ഇത് പ്രൈം അല്ല. ഇപ്പുറത്തൊക്കെ ഇത് പ്രൈം അല്ല 1. ഈ 3യും 2ഉം പ്രൈം. പക്ഷേ 2 നമ്പേഴ്സും പ്രൈം നമ്പർ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനായ p-1 ഇൻറ്റു q-1 എടുക്കാൻ പറ്റില്ല. ഈ 2 കേസും ഈ 12ൽ ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ കേസ് മാത്രമേ എടുക്കാൻ പറ്റൂ. n ഇൻറ്റു 1 മൈനസ് 1/2, 1 മൈനസ് 1/3, 4 ഇൻറ്റു 3 എന്ന് എടുത്താലും 2 സ്ക്വയർ അങ്ങനത്തെ രീതിയിൽ തന്നെ നിർത്തിയിട്ട് പ്രൈം നമ്പറാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ n ഇൻറ്റു 1 മൈനസ് 1/2, 1-ന് ഹാഫ് കുറച്ചാൽ 1/2, 3 മൈനസ് 1 2/3. ഈ 2 വെട്ടി. എന്ന് വെച്ചാൽ 12 ആണ്. ഈ 3യും 4ഉം വെട്ടി. 3 12 വെട്ടുമ്പോൾ 4 കിട്ടും. ആൻസർ 4. ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയി കാണും. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായോ? എന്തുകൊണ്ട് മൂന്നാമത്തെ ഇക്വേഷൻ? എല്ലാം ക്ലിയർ ആയില്ലേ? എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. ഡൺ എന്ന് മെസ്സേജ് അയക്കാമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതുവരെ നിങ്ങൾക്ക് എല്ലാം എഴുതാനൊക്കെ സമയം കിട്ടിയില്ലേ? പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ സമയം കിട്ടുന്നില്ലേ? ഡൺ എന്ന് കമൻറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങളിത് എഴുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് പ്രോപ്പർട്ടി ഓഫ് Euler's torsion function states that if GCD of m, n is equal to 1, phi of mn is equal to phi of m into phi of n. ഏത് പ്രോപ്പർട്ടി ആണ്?
നമ്മൾ പറഞ്ഞു 5 of 35 ഉണ്ടെങ്കിൽ നമുക്ക് 5 of 7 ഇൻറ്റു 5 of ഇങ്ങനെ ഇൻറ്റു 5 of 5 എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടി ഏതാണ് എന്നാണ് ചോദ്യം. ഏത് പ്രോപ്പർട്ടിയാണ്? മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടി. മൾട്ടിപ്ലിക്കേഷൻ അല്ലേ നടത്തിയേക്കുന്നത്, അപ്പൊ ഈ പ്രോപ്പർട്ടിയുടെ പേരെന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടി എന്നാണ്. ക്ലിയർ ആണ്? ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് 5 of 25? എന്നാണ് 5 of 25? ആൻസർ കിട്ടിയോ? ആൻസർ കമന്റ് ചെയ്യണേ. അസീന, ജിഷ്ണ, പ്രിൻസി, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ജിഷ്ണ, ബിലാൽ കിട്ടുന്നുണ്ട്. വിദ്യ പറയണേ, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. പ്രവിത, അനീഷ, ഷിഫ്ന പോയോ? ദേവിക. ഓക്കെ, ആൻസർ പറയുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 5 of 25നെ നമുക്ക് 25 എന്ന് കാണുമ്പോൾ 5 into 5 എന്ന് എഴുതാം. അപ്പോൾ ഇതൊരു കോപ്രൈം നമ്പർ ആണല്ലേ. ഇത് 5, ഇത് 5, ഇത് രണ്ടും പ്രൈം നമ്പർ ആണല്ലോ. എങ്കിൽ p-1 ഇൻറ്റു q-1 എന്ന് എഴുതാം എന്ന് കരുതിയോ? നമ്മൾ പറഞ്ഞു പിയും ക്യൂവും ആകണം. രണ്ടും പിയോ രണ്ടും ക്യൂവോ ആയിട്ട് കാര്യമുണ്ടോ? ഒന്ന് മറ്റൊന്നും ഡിഫറൻ്റ് ആയിരിക്കണം. രണ്ടും സെയിം ആകാൻ ഒരിക്കലും പാടില്ല. ഒരാൾ പി, ഒരാൾ ക്യൂ, രണ്ട് നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ ആണ്. അതുകൊണ്ടാണ് p-1 q-1 എന്ന് നമ്മൾ എഴുതിയത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരരുത്. രണ്ടും പ്രൈം നമ്പർ ഒരേ സംഖ്യ ആവൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പിയും ക്യൂവും ഡിഫറൻ്റ് ആയിരിക്കണം. പി ക്യൂ ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് സംഖ്യകൾ വരണം. ക്ലിയർ ആണ്? അതുകൊണ്ടാണ് നമ്മൾ 5-1 4-1 ആ ഇക്വേഷൻ എടുക്കാഞ്ഞത്. ഇനി നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നത് 5 സ്ക്വയർ ആണ് അല്ലേ. ഇതൊരു 5 സ്ക്വയർ അല്ലേ. 25 എന്ന് വെച്ചാൽ 5 സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് n ഇൻറ്റു 1 - 1/p1 എന്ന ഇക്വേഷൻ എടുക്കാം. എന്നു വെച്ചാൽ 25 ആണ്. 1 - 1/5 എന്നെടുക്കാം. അപ്പോൾ 25 ഇൻറ്റു 5 - 1 4/5 എന്ന് കിട്ടുന്നു. 5 5 25, 4 20. ക്ലിയർ ആണോ? 20 എന്ന് കിട്ടിയില്ലേ? പ്രിൻസി, അസീന കിട്ടി. അപ്പോൾ എഴുതിയെടുത്ത് കഴിഞ്ഞെങ്കിൽ ഡൺ എന്ന് പറയാം. എഴുതിയെടുത്ത് കഴിഞ്ഞെങ്കിൽ ഡൺ എന്ന് പറയാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. യൂളേഴ്സ് തിയറം സ്റ്റേറ്റ് ദാറ്റ് ഇഫ് എ എൻ ആർ കോപ്രൈം ദെൻ വാട്ട്? എയും എന്നും കോപ്രൈമാണ്. യൂളേഴ്സ് തിയറം പറയുന്നത് എ phi of n congruent 1 mod n എന്നാണ്. എ phi of n congruent 1 mod n എന്നാണ്. എ phi of n congruent 1 mod n. ഇതാണ് ഇതിൻ്റെ ഈ ഒരു യൂളേഴ്സ് തിയറം എന്ന് പറയുന്നത് അല്ലേ. എ phi of n എന്നുകൊണ്ട് ഹരിച്ചു. അപ്പം നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. എപ്പോഴും GCD 1 എന്നാണ് നമ്മൾ കണ്ടത്. ഇനി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 5 of 30? 5 of 30 എങ്ങനെ കാണാം? ആൻസർ വന്നു. 5 of 30 എന്ന് പറയുമ്പോൾ ഇതൊരു പ്രൈം നമ്പർ അല്ല.
30 പ്രൈം അല്ല, എന്തായാലും 2ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് p-1 എന്ന ഇക്വേഷൻ പറ്റത്തില്ല. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിനെ ഏതെങ്കിലും പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ? 15 × 2 6 × 5 പറ്റത്തില്ല. അപ്പോൾ നമ്മളിതിനെ ഫാക്ടർ ചെയ്തു. 2 കൊണ്ട് ചെയ്യാം 15, 3 കൊണ്ട് ചെയ്യാം 5. അപ്പോൾ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ 30 × 1 - 1/2, 1 - 1/3, 1 - 1/5 ഇങ്ങനെ എടുത്തു. അപ്പോൾ 30 × 1/2, ഇനി 2/3, ഇനി 5 - 1 4/5. ഇനി നമ്മളിത് നോക്കുമ്പോൾ 6, ഇത് 23 6 അപ്പം 4 × 2 8 ആണ് ആൻസർ. 5 of 30 4 × 2 8 എന്ന് കിട്ടി. ക്ലിയർ ആണ്? ഇനി യൂളേഴ്സ് ഇത് നമ്മൾ പറഞ്ഞില്ല, അപ്പോൾ ഞാൻ അതൊന്ന് പറഞ്ഞേക്കാം. പ്രോപ്പർട്ടി എല്ലാം നമ്മൾ കണ്ടു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ n × 1 - 1/p1. ഈ ഇക്വേഷൻസ് മനസ്സിലായി. ഇനി ഇത് നമുക്ക് എന്തിനുപയോഗിക്കാം? യൂളേഴ്സ് തിയറം. ഇത് കോപ്രൈം ആണ് അല്ലേ, എയും എന്നും കോപ്രൈം ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ തിയറം എന്ന് പറയുന്നത് a of phi of n എന്ന് വെച്ചാൽ കോൺഗ്രുവന്റ് ടു 1 mod n ആണ്. എയും എന്നും കോപ്രൈം ആണ്. അപ്പോൾ നമുക്കിതിനെ 1 mod n എന്ന് എഴുതാം. ഇനി RSA ക്രിപ്റ്റോഗ്രഫിയിൽ ഇത് ഉപയോഗിക്കുന്നു. ഇതെവിടെ ഉപയോഗിക്കുന്നു? യൂളേഴ്സ് തിയറത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഇനി അടുത്ത പഠിക്കുന്നതാണ് യൂളേഴ്സ് തിയറം. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് നമ്മുടെ കോൺഗ്രുവൻ്റ് അല്ലേ, ലീനിയർ കോൺഗ്രുവൻസിലൊക്കെ എഴുതാൻ നമ്മൾ പഠിച്ചതാണ്. ഇനി RSA ക്രിപ്റ്റോഗ്രഫിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്, പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി കൗണ്ടിങ് റെഡ്യൂസ്ഡ് ഫ്രാക്ഷൻസിൽ ഉപയോഗിക്കാം. ദ നമ്പർ ഓഫ് ഇറഡ്യൂസിബിൾ ഫ്രാക്ഷൻസ് വിത്ത് ഡിനോമിനേഷൻ n given by phi of n. അപ്പോൾ കൗണ്ടിങ് റെഡ്യൂസ്ഡ് ഫ്രാക്ഷൻസിൽ ഉപയോഗിക്കാം, RSA ക്രിപ്റ്റോഗ്രഫിയിൽ ഉപയോഗിക്കാം, യൂളേഴ്സ് തിയറത്തിലൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂളേഴ്സ് ടോർഷ്യൻ ഫംഗ്ഷൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ വിച്ച് ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റം? ആൻസർ എന്താണ്? കമൻറ്റ് ചെയ്തോ. ഏത് ക്രിപ്റ്റോഗ്രഫിയിലാണ്? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് എഴുതാൻ പറ്റും, പക്ഷേ സംഭവം എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? നമ്മുടെ ആൻസർ RSA ക്രിപ്റ്റോഗ്രഫി. ഇനി നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് phi of 21. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് phi of 21. Find out the value of phi of 21. Find out the value of phi of 21. Phi of 21-നെ നമുക്ക് 7 × 3 എന്ന് എഴുതാം. ഇതും പ്രൈം നമ്പർ ആണ്, 7ഉം 3ഉം പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് p-1 × q-1 എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. 7 - 1 6 ആണ്, 3 - 1 2 ആണ്. നമ്മുടെ ആൻസർ 12. കിട്ടിയില്ലേ? phi of 21 എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ് phi of 31 സമം എത്ര? ഫൈൻഡ് ദി phi of 31. ഫൈൻഡ് phi of 31. നമ്മുടെ ഓപ്ഷൻസ് 29, 30, 15, 31. ആൻസർ 30 ആണ്. കാര്യം 31 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പർ ആണെങ്കിൽ p-1 ചെയ്താൽ മതി. 31 - 1 30 ആണ് ആൻസർ. പ്രൈം നമ്പർ ആണെങ്കിൽ പിന്നെ സിമ്പിൾ ആണ്. അടുത്ത ചോദ്യം, phi of 97 എത്ര?
ആൻസർ വന്നില്ലല്ലോ. 5 of 91. 5 of 97 എന്ന് പറയുമ്പോൾ 97 ഒരു പ്രൈം നമ്പറാണ് എങ്കിൽ p-1 ചെയ്താൽ മതി. നമ്മുടെ ആൻസർ 96. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 5 of 1000. 5 of 1000. ഇതുവരെ എല്ലാവർക്കും പിടികിട്ടിയോ? വളരെ സിമ്പിൾ അല്ലേ? 3 ഇക്വേഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 5 കണ്ടുപിടിക്കുക. യൂളേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ എന്നൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ 5 ഫംഗ്ഷൻ എന്ന് ചോദിക്കും. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഫൈൻഡ് 5 of 1000. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ആൻസർ വന്നോ? ഫാക്ടറൈസ് ചെയ്യേണ്ടി വരും. 1000 എന്തായാലും പ്രൈം നമ്പർ അല്ല. 2 പ്രൈമിൻ്റെ 10 × 100 എന്ന് എഴുതാം, അല്ലെങ്കിൽ 200 × 5 എന്ന് എഴുതാം, അല്ലെ 50 × 20 എന്ന് എഴുതാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എഴുതാമെങ്കിലും ഇതൊന്നും എന്തല്ല, ഇതെല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. അപ്പം നമ്മൾ പിന്നെ ലാസ്റ്റ് മെത്തേഡിലേക്ക് പോകണം. ലാസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഫാക്ടറൈസേഷനാണ്, അല്ലേ? അപ്പം നമ്മളിങ്ങനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പം നമുക്ക് കിട്ടുന്നത് 2 ക്യൂബ് 5 ക്യൂബ് എന്നാണ്. അപ്പം നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള 2-നെയും 5-നെയും ആണ് കൺസിഡർ ചെയ്യേണ്ടത്. n × 1 - 1/p1 × 1 - 1/p2 ആണ് നമ്മൾ എടുക്കുന്നത്. പവർ എത്ര ആണെങ്കിലും നമ്മൾ നോക്കത്തില്ല. ഈ ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം നമ്പേഴ്സിനെയാണ് നമ്മൾ എടുക്കുന്നത്. 1000 × 1 - 1/2 1 - 1/5. 1000 × 1/2 5 - 1 4/5. 2 10 ആണ്. 1000-ൻ്റെ ഒരു 0 പോയി. 4 × 100 400. ആൻസർ 400. കിട്ടുന്നുണ്ട്. Find 5 of 24. നെ ഫാക്ടേഴ്സ് ആക്കുക. അപ്പോൾ 2 ക്യൂബ് × 3 എന്ന് കിട്ടും. 2-ഉം 3-യും നമ്മൾ എടുക്കുന്നു. 24 × 1 - 1/2 1 - 1/3. 24 × 1/2 × 3 - 1 2/3. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8 എന്നാണ്. 8 എന്നാണ് ആൻസർ കിട്ടുന്നത്. കിട്ടിയല്ലോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടോ? എത്ര വലിയ നമ്പേഴ്സ് നമുക്ക് ചെയ്യാം? 5 of 7000. 5 of 7000 ആണെങ്കിൽ നമ്മളിങ്ങനെ ഫാക്ടേഴ്സ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് 2 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 7 തന്നെ എടുക്കുവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ 1000 കിട്ടും. പിന്നെ നമ്മൾ 1000-ൻ്റെ ഓൾറെഡി ഇപ്പോൾ മനസ്സിലായല്ലോ. 2 ക്യൂബ് 5 ക്യൂബ്, അല്ലേ? 2 ക്യൂബ് 5 ക്യൂബ് ഇത്രയും 1000 ഇൻറ്റു 7. ഇതും കൂടെ അല്ലേ വന്നത്? അപ്പോൾ നമ്മൾ 7000 × 1 - 1/2 1 - 1/5 1 - 1/7 ചെയ്യാം. 7000 × 1/2
5 minus 1 4/5, 7 minus 1 6/7. 10 ആണ്, ഈ 0 പോയി. ഇനി ഈ 7ഉം പോയി 100 ആയി. 24ഉം 2 0, 2400 എന്ന് കിട്ടിയ. അപ്പോൾ 7000 ചെയ്യുമ്പോൾ 2400 എന്നാണ് കിട്ടുന്നത്. എല്ലാം വെട്ടി കളയുന്നു. എഴുതിയെടുക്കാൻ സമയം കിട്ടുന്നുണ്ടോ? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് പഠിച്ചു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ യൂളേഴ്സ് ടോർഷ്യന്റ് ഫംഗ്ഷനെ കുറിച്ച്, ഫൈ ഫംഗ്ഷനെ കുറിച്ചാണ് പഠിച്ചത്. ഫൈ ഓഫ് n എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ദ ഇൻഡിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. റിലേറ്റീവ്ലി പ്രൈം ടു n എന്ന് പഠിക്കണം. റിലേറ്റീവ്ലി പ്രൈമിനെ കോപ്രൈം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കോമൺ ഫാക്ടർ 1 ആണ് എന്ന് പറഞ്ഞു വെക്കാം, GCD 1 ആണെന്ന് പറയാം, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പറയാം. ഫൈ ഓഫ് 1 1. അങ്ങനെയാണെങ്കിൽ ഇത് കോപ്രൈം ഇറ്റ് സെൽഫ്. P1 പ്രൈം ആണെങ്കിൽ P-1 കാണുക. 1 ആണെങ്കിൽ 1 തന്നെ ആൻസർ. ഫൈ ഓഫ് 1 ആണ് നമുക്ക് തരുന്നെങ്കിൽ ആൻസർ എന്താണ്? 1 എന്ന് എഴുതിയാൽ മതി. ഫൈ ഓഫ് 1 എന്ന് തന്നാൽ 1. ഓക്കെ. വേറെ നമ്പർ തരുന്നു, ഒരു പ്രൈം നമ്പർ തന്നാൽ P-1. മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടി കണ്ടു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഫൈ ഓഫ് 1 എന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്താണ്? 1 എന്നാണ്. ഇനി ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എക്സാമ്പിൾസ് 10 വെച്ച് എങ്ങനെ കാണാം, 12 വെച്ച് എങ്ങനെ കാണാം പഠിച്ചു. ആപ്ലിക്കേഷൻസ്, യൂളേഴ്സ് തിയറം നമുക്കുണ്ട് കേട്ടോ, നമ്മൾ പഠിക്കും. RSA ക്രിപ്റ്റോഗ്രഫി, പിന്നെ റെഡ്യൂസ്ഡ് ഫ്രാക്ഷൻസ്. നമ്മൾ ആദ്യ ക്വസ്റ്റ്യൻ ഫൈ ഓഫ് n എങ്ങനെ കൗണ്ട് ചെയ്യാം. ഇനി ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ മനസ്സിലാകും. ഫൈ ഓഫ് n കൗണ്ട് നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ദാറ്റ് ആർ കോപ്രൈം ടു n. ഇപ്പം നിങ്ങൾക്ക് ആദ്യം വായിച്ചതിനേക്കാളും ഇപ്പം നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഓക്കെ ആണ്. ഫസ്റ്റ് നമ്മൾ ചുമ്മാ എന്തോ നേരത്തെ കണ്ടത് അതുപോലെ പറയാൻ ശ്രമിച്ചതാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി സംഭവം ഇതാണ് ഫൈ ഓഫ് n എന്ന്. സമ്മല്ല, സമ്മ് പ്രൈം കണ്ടില്ല, ഡിവിസർ ഒന്നും കണ്ടില്ല, സമ്മ് ഡിവിസർ കണ്ടോ, നമുക്ക് എലിമിനേറ്റ് ചെയ്തെങ്കിലും പറയാൻ പറ്റും. ഇനി ഫൈ ഓഫ് 7 കാണാൻ ഇത്രയും സ്റ്റെപ്പ് ഉണ്ടോ? ഇല്ല. നമ്മൾ ഒറ്റയടിക്ക് 7 - 1 6, 7 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്, 5 - 1 4, ഇങ്ങനെ നമ്മൾ കാണും. ഇനി 11 പ്രൈം നമ്പറാണ്, 11 - 1 10, ഒറ്റയടിക്ക് കണ്ടു 10. ക്ലിയർ ആണ്. ഫൈ ഓഫ് 35 എന്ന് പറയുമ്പോൾ നമുക്ക് 7 × 5 അങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ 7 - 1 6, 5 - 1 4, 6 × 4 24 എന്ന് കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചു. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻസ് ഇതാണ്. നിങ്ങൾ ബോക്സിലിടുകയും എക്സാമിന് തലേന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുകയും ചെയ്യേണ്ടത് ഈ ഒരു ഒറ്റ ഇക്വേഷനാണ്. ഈ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഈ 3 കണ്ടീഷൻസ് പഠിച്ചാൽ ഈ സംഭവം ക്ലിയറായി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണ്. അപ്പോൾ പ്രൈം നമ്പർ ആണെങ്കിൽ P-1. ഇങ്ങനെ പവേഴ്സ് വെച്ചിട്ട് എഴുതുമ്പോൾ നമ്മൾ ആ ഒരു ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം നമ്പേഴ്സ് മാത്രം താഴെ കിടക്കുന്നതിനെയാണ് നമ്മൾ എടുക്കേണ്ടത്, പ്രൈംസിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഫൈ ഓഫ് 12 കണ്ടോ, 2 സ്ക്വയർ, 2ൻ്റെ പവർ ചിലപ്പോൾ 7 കാണും, 3യുടെ പവർ ചിലപ്പോൾ 9 കാണും. നമ്മൾ 3 × 2 ആണ്, പ്രൈം നമ്പേഴ്സിനെയാണ് നമ്മൾ എടുക്കേണ്ടത്, താഴെ ഇരിക്കുന്നതിനെയാണ് എടുക്കേണ്ടത്, മേളിലിരിക്കുന്നതിനെ അല്ല. അത് നമ്മൾ ഓർക്കണം. സമയമാകുമ്പോൾ എക്സാം ഹാളിൽ മേളിലിരിക്കുന്നതിനെ എടുത്ത് ചെയ്യരുത്. ഇനി യൂളേഴ്സ് ടോർഷ്യന്റ് GCD mn 1 ആണെങ്കിൽ ഫൈ ഓഫ് mn മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടി. ഫൈ ഓഫ് 25 ഇവിടെ നമ്മൾ 5 രണ്ടും പ്രൈമാ എങ്കിൽ പിന്നെ അത് തന്നെ എടുക്കാം. അത് തെറ്റാണ്. കാര്യം P-യും Q-യും വെവ്വേറെ വാല്യൂസ് ആയിരിക്കണം, ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കണം. ഇനി കോപ്രൈം ആണെങ്കിൽ 1 mod n. ഇത് നമ്മൾ ജനറൽ ഫോമുല പോലെ പഠിച്ചിരുന്നു. ഇത് ഓർത്ത് വെക്കുക. ഇങ്ങനെയൊക്കെ ഫോമുലാസ് ഒക്കെ അവർ കയറി ചോദിക്കും. കാരണം നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു പോകും എന്നൊക്കെ കരുതി ഇങ്ങനെ ചോദിക്കും. പിന്നെ ഈ ഒരു ടോപ്പിക്ക് വിട്ടവരൊക്കെ ഉണ്ടല്ലോ, ചിലർ ഇതൊക്കെ വിട്ടിട്ട് വേറെ പഠിച്ചുകൊണ്ടൊക്കെ പോകും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർക്കുകളെ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഫൈ ഓഫ് 30 കാണാൻ പഠിച്ചു, RSA പഠിച്ചു. ക്ലിയർ ആണോ? 7000 മനസ്സിലായി, 24 കൂടി കിട്ടി, 1000 കണ്ടു, 597, 31, 21. പിന്നെ ഇക്വേഷൻസ് ഇത്രയും പഠിച്ചു. സെറ്റാണോ? ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആണ്. എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ S എന്ന് കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ S എന്ന് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ വിദ്യ ഒരു ഡൗട്ട് ചോദിച്ചു. ഞാൻ അതിലോട്ടൊന്ന് പോവുകയാണ്.
എനിക്ക് ലീനിയർ കോൺഗ്രുവൻസിൻ്റെ 2-3 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യണം എന്നുണ്ടായിരുന്നു. നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ ചെയ്യാത്തത്. നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ അതിൻ്റെ 3 ക്വസ്റ്റ്യൻസ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ സ്ലൈഡ് ഞാനൊന്ന് കാണിക്കുകയാണ്. ഇതാണോ എന്ന് നോക്കണേ. ഇതല്ലായിരുന്നോ? ഏതിനകത്താണ് ഡൗട്ട് വന്നതെന്നൊന്ന് പറയണേ. സൺഡേ, ട്യൂസ്ഡേ, ഈ സാധനമല്ലേ? 9 AM, വാട്ട് വിൽ ബി 1903 PM, വേരിയസ് കോൺഫറൻസ് ക്ലാസ്സസ്, ഇതൊക്കെയാണോ? ട്യൂസ്ഡേ, ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. വിദ്യ ഉണ്ടോ? വിദ്യ ഒന്ന് പറയണേ, ഏതായിരുന്നു ഡൗട്ടെന്ന്. ട്യൂസ്ഡേയുടെ കാണാൻ പഠിച്ചു. പിന്നെ നമ്മൾ ഫ്രൈഡേ ഇങ്ങനെ തന്നിട്ട് 1976 ഇത് കാണാൻ പഠിച്ചു. 1900 ഇത് കണ്ടു. 3 PM ഇങ്ങനെ കണ്ടു. പിന്നെ നമ്മൾ ലീനിയർ കോൺഫറൻസ് എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം സൊല്യൂഷൻസിൻ്റെ പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ പോയത്. ഓക്കെ, കോൺഫറൻസിൻ്റെ ഇങ്ങനെ ഓരോ സൊല്യൂഷൻസ്, എത്ര സൊല്യൂഷൻസ് ഉണ്ടാകും എന്ന് നമ്മൾ നോക്കി. ആദ്യം നമ്മൾ എം ചെയ്തു. പിന്നെ GCD by B നമ്മൾ നോക്കി. നമ്പർ ഓഫ് സൊല്യൂഷൻസ് എഴുതി. ഓക്കെ, ഹോംവർക്ക് എന്നതിലാണോ ഡൗട്ട് വന്നത്? മോക്ക് ടെസ്റ്റ് തന്നതാണോ? ഓക്കെ, മോക്ക് ടെസ്റ്റ് തന്നത് ചിലപ്പോൾ. ഓക്കെ, മോക്ക് ടെസ്റ്റ് തന്നതിലേ ചിലപ്പോൾ ഞാൻ ഓപ്ഷൻ ഇട്ടതോ ഒന്നിലധികം ആൻസേഴ്സ് ഒക്കെ ചിലപ്പോൾ സാധ്യതയുണ്ട് കേട്ടോ. അത് പെട്ടെന്നിട്ടതിൽ മിസ്റ്റേക്ക് വന്നതായിരിക്കും. ഇതിനകത്ത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ് കറക്റ്റ്, ആ രീതിയിൽ കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ കേട്ടോ. അതെന്തെങ്കിലും ചിലപ്പോൾ അവർ നമ്മളല്ലല്ലോ ടൈപ്പ് ചെയ്യുന്നത്, ചിലപ്പോൾ അവർ ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, ഞാൻ കരുതി ക്ലാസ്സിൽ ഹോംവർക്ക് എന്തോ തന്നു, അതിൻ്റെ ആൻസർ കിട്ടിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എല്ലാ ആഴ്ച അല്ലെ വീക്കെൻഡിലാണ് മോക്ക് ടെസ്റ്റ് വരുന്നത്. അതായത് ടോപ്പിക് വെച്ചിട്ട് വീക്കെൻഡിലാണ് മോക്ക് ടെസ്റ്റ് വരുന്നത്. എനിക്കൊന്ന് സൺഡേ ആണെന്ന് തോന്നുന്നു അല്ലേ. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കും, പക്ഷെ അവർ ചിലപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ അവർക്ക് തെറ്റ് പറ്റിയതാകാം, അല്ലെങ്കിൽ ഞാൻ കൊടുത്തതിൽ തെറ്റ് പറ്റിയതാകാം. എന്താണെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. അപ്പം അത് നോക്കണ്ട. നമ്മൾ സാധാരണ ഒട്ടും എററില്ലാതാണ് തരുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയെങ്കിലേ ഉള്ളൂ. ഈ രീതിയിലാണ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, 4, 5, 9 തന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മനസ്സിലായില്ലേ? നമ്മുടെ ഇന്നത്തെ യൂളേഴ്സ് കോഷ്യന്റ് മെത്തേഡ് മനസ്സിലായില്ലേ? φ(n) കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ഈ ക്ലാസ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പോൾ നിർത്തട്ടെ. മോക്ക് ടെസ്റ്റ് വന്നിട്ടില്ലെന്നോ? മോക്ക് ടെസ്റ്റ് എല്ലാ സൺഡേസിലും ഉണ്ട്. ഈ നിങ്ങളുടെ എല്ലാ ടോപ്പിക്സിൻ്റെയും മോക്ക് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ മാത്സ് മാത്രമല്ല, എല്ലാ ടോപ്പിക്സിനും മോക്ക് ടെസ്റ്റ് ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ അറ്റൻഡ് ചെയ്യുന്നില്ലേ? ബാക്കിയുള്ളവർ അറ്റൻഡ് ചെയ്യാറില്ലേ? എല്ലാവരും അറ്റൻഡ് ചെയ്യാറുണ്ട്. മോക്ക് ടെസ്റ്റ് എനിക്കൊന്ന് പ്രത്യേക ഫോൾഡർ കിടപ്പം കാണും, അത് നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓഫീസിൽ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. എല്ലാ വീക്കിലും അതാത് സബ്ജക്ട്സിൻ്റെ മോക്ക് എക്സാംസ് ഉണ്ട്. നേരത്തെ കഴിഞ്ഞ മോക്ക് എക്സാംസും അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ താങ്ക് യു. നമ്മളുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. ഇത് നമ്മൾ ഇന്ന് പഠിച്ചത് ഈ ഒരു യൂളേഴ്സ് ടോഷ്യന്റ് ഫംഗ്ഷനെ കുറിച്ചാണ്. φ(n) കുറിച്ചാണ്. φ ഫംഗ്ഷൻ എന്നും ഇതിനെ അറിയപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ 3 ഇക്വേഷൻസ് ഈ ബോക്സ് നല്ല രീതിയിൽ വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇക്വേഷൻസ് വളരെ സിമ്പിളായിട്ട് ഇക്വേഷൻ അങ്ങനെ മറന്നു